ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് തമ്പനയിൽ കണ്ട പോലെ ഒരു റിയലിസ്റ്റിക് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. എൻ്റെ മോർണിംഗ് ഏകദേശം ഇതേപോലതൊക്കെ തന്നെ ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് കണ്ടോക്കാം. കണ്ടോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുതേ. ഇന്നിപ്പോൾ മോർണിംഗ് പുട്ടാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുക എന്ന് കേട്ടപ്പോൾ തന്നെ മോൻ പറഞ്ഞു, എനിക്ക് പത്തിരി വേണ്ട, എനിക്ക് പുട്ട് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ രണ്ട് കടി ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ പിന്നെ മൊത്തത്തിൽ രണ്ട് പുട്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതാ പുട്ടിന് മാവൊക്കെ കുഴച്ചിട്ട് എന്താ പറയുക, വെള്ളം നനച്ചിങ്ങനെ തിരുമ്മി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട് ട്ടോ. എനിക്ക് മോർണിംഗ് എപ്പോഴും ഒരു സ്ലോ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് താല്പര്യം. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ പോകുന്ന എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൂടെ പോകില്ലല്ലോ. ഇന്നാണെങ്കിൽ കുറച്ച് നേരം വൈകിയിട്ടാണ് നീക്കും ചെയ്തിരുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഈ തേങ്ങ ഞാൻ ഇതേപോലെ ഫ്രീസറിൽ നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ നോർമൽ ടെമ്പറേച്ചറിലായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇത് അതേപോലെയാണ് ട്ടോ. ആദ്യം കൈകൊണ്ട് എടുക്കാതെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള തേങ്ങ അങ്ങനെ കുറച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് ഒരു ഇളം ചൂടുവെള്ളം ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൽ കുറച്ച് നേരം ഈ ഒരു തേങ്ങയുടെ ഇത് ഇങ്ങനെ മുക്കി വെക്കുക. എന്താ പറയുക, ആ ഒരു പാത്രത്തിൽ ഈ ഒരു പാത്രം വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തേങ്ങയിൽ നിന്ന് ആ ഒരു തണുപ്പൊക്കെ വിട്ടിട്ട് ഒരു നോർമൽ ടെമ്പറേച്ചറിലെ തേങ്ങ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കിട്ടും ട്ടോ. മൈക്രോവേവ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഒരുപാട് ചൂടുള്ള വെള്ളമാവരുത്. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മുക്കി വെച്ച് എന്താ പറയുക, ആ പാത്രം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആ തേങ്ങയുടെ ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ടെമ്പറേച്ചറിൽ കിട്ടും ട്ടോ. ഫ്രീസ് ചെയ്തിട്ടുള്ളൊക്കെ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതിന് ശേഷം അതാ മോനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഓൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കണ്ടമ്മ, ഡ്രസ്സ് ഇടാത്ത വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് എഡിറ്റ് ചെയ്തതാണ് ട്ടോ. പിന്നെ അതിന് ശേഷം അതാ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഇന്നിപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അത് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തിട്ട് കറിയണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഉള്ളിയൊക്കെ ദാ അതുപോലെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. എന്താ പറയുക, ഞാനിപ്പോൾ പോകുന്നുണ്ട് ഇൻഷാ അള്ളാ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നാട്ടിൽ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ ഞാൻ മേടിച്ച് വെക്കുന്നില്ല. ഉള്ളത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഉള്ളി ഇങ്ങനെ മുളച്ചതൊക്കെ ഞാൻ എടുക്കാറുണ്ട്. ഉള്ളിൽ കേടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഉള്ളിയൊക്കെ കറിയിൽ ഇടാറുണ്ട് ട്ടോ. ഇത് ഇടുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതുവരെ കേട്ടിട്ടില്ല എവിടെയും നല്ലതല്ല എന്നുള്ളത്. മുളച്ച പൊട്ടാറ്റോ എടുക്കുന്നത് പോയിസൺ ആണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഉള്ളിയുടെ കാര്യത്തിൽ ഞാൻ ഇതുവരെ കേൾക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ കറിയിൽ ഇടാറുണ്ട് ട്ടോ. മുളച്ചതാണെങ്കിലും ആ ഒരു ഭാഗം കൂടി ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ ഈ സ്പ്രിംഗ് ഓണിയനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഇതൊക്കെ തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. അങ്ങനത്തെ ഉള്ളിയൊക്കെ വേഗം വേഗം കഷ്ണാക്കിയിട്ട് ഇന്നാണെങ്കിൽ നല്ല സമയം വൈകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ. മോനിക്ക് വിശക്കാന്ന് പറഞ്ഞിട്ടാണ് ഓന് അടുത്ത് വന്നിരിക്കുന്നത്. എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അതെ ഈ ബ്രെഡ് അതേപോലെ ഓംലേറ്റ് അങ്ങനത്തെ ടൈപ്പ് ഒന്നും മോർണിംഗിൽ കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല ട്ടോ. എന്താ പറയുക, ഞങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഫുഡ് തന്നെ വേണം. അതായത് നമ്മൾ നോർമലി മലയാളികൾ കഴിക്കില്ലേ, പുട്ട്, ഇഡ്ഡലി, ദോശ അതേപോലത്തെ ഐറ്റംസ് തന്നെ ഞങ്ങൾക്ക് വേണം ട്ടോ. അതും നോർമലായിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ ചില കുട്ടികളുണ്ടാവും ചായയുടെ കൂടെയൊക്കെ കടി കൊടുത്തും കഴിക്കുന്നത്. എൻ്റെ മോനിക്ക് അതും പറ്റില്ല. അവനിക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ വേണം. എന്നാലേ അവൻ ഫുഡ് കഴിക്കുള്ളൂ ട്ടോ. ഇല്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അവൻ വെയിറ്റ് ചെയ്തിരിക്കും. അല്ലാതെ അവനങ്ങനെ എന്താ പറയുക, അവന് ഓക്കാനം വരും എന്നാ പറയുക. അപ്പോൾ പിന്നെ ഞാനും അതിനനുസരിച്ചിട്ടുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ ട്ടോ ഞാൻ അവനക്ക് ഫുഡ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു പഴം കൊടുത്തിട്ടാണ് ഇപ്പോൾ ആളെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മോർണിംഗിലൊക്കെ പഴം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിശക്കും ചെയ്യും ട്ടോ. അപ്പോൾ പിന്നെ അത് മുഴുവനും കഴിക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം സ്പീഡപ്പ് ആക്കിയതാണ് ഞാന്. അതാണെങ്കിലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിക്കും തടസ്സങ്ങളായിരിക്കും ട്ടോ. ഇന്നിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ എന്താ പറയുക, കുറേ തടസ്സങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നേ. ഗ്യാസ് വെച്ചിട്ട് എന്നെ കുറേ നേരം എന്നെ ഇട്ടിട്ട് എടങ്ങേറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്യാസ് ഏകദേശം മാറ്റാറായിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വേറെയും ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ട്ടോ. എന്താ പറയുക, ഗ്യാസ് നേരം പോലെ കത്തുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റണം. ഇൻഷാ അള്ളാ ഞാൻ പോയി വന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുള്ളൂ വെച്ചിട്ടാണ്. പിന്നെ അതാ ബീഫ് ഉണ്ടായിരുന്നത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നേ. അതിൽക്ക് ഉപ്പും വെള്ളവും വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ട്ടോ. പിന്നെ ഈ ഒരു കുക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി കുക്കറാണ് ട്ടോ. സോഫ്രം പറയുന്നൊരു തുർക്കി ബ്രാൻഡാണ് ഇത് വരുന്നത്. തുർക്കി മെയ്ഡ് കുക്കറാണ് വരുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കർ സെറ്റ് ഞാൻ ഇതുവരെയൊക്കെ ഉപയോഗിക്കുന്നത് ട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിക്കാം. പിന്നെ ഈ ഒരു സംഭവം ആദ്യം ഉപയോഗിക്കുന്നത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സേഫ്റ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കുക്കറിൻ്റെ ലിഡ് ഉണ്ടല്ലോ ഭയങ്കര വെയിറ്റുള്ള ഒരു സംഭവമാണ്. അപ്പം തന്നെ ഏകദേശം ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് ട്ടോ. ബീഫൊക്കെ എത്ര പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ടെന്നറിയോ? അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിക്കാട്ടോ. ഇപ്പോഴാണെങ്കിൽ ലുലുവിൽ നല്ല ഓഫറിലും പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കുക്കർ മേടിച്ചിട്ടുള്ളത് 299 ആണ് ട്ടോ. 8 ലിറ്ററാണ് ഈ കുക്കർ വരുന്നത്. 8 ലിറ്ററിൻ്റെയും 6 ലിറ്ററിൻ്റെയും വരുന്നുണ്ട്. ഇതിപ്പോൾ 8 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലുലുവിന്ന് ഈ ഒരു ഓഫറിൽ നമുക്ക് കിട്ടും ട്ടോ.
അതേപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഇവിടെ മൾട്ടിപ്ലൻട്രിയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ പ്രൊഫഷൻ അല്ല അല്ലെങ്കിൽ ഡിഗ്രി ഇല്ല എന്നുള്ളൊക്കെ കാരണം കൊണ്ട് ഫാമിലിനെ ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗലി അത് ചെയ്യാൻ പറ്റും ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയണം അതിനെക്കുറിച്ചിട്ട് കൂടുതലായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാമാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും, എത്ര ഫീ ആവും എന്നുള്ളതെല്ലാം ഞാൻ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം ട്ടോ. ഞങ്ങളിപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വരുന്നതാണ് ട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കതൊരു കാര്യമായി പെടുമ്പോൾ അത് നിങ്ങൾക്കും എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ട്ടോ ഇത് ചെയ്യുന്നത്. കാരണം ഞങ്ങളും ഇത് കുറേ ആയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതാണ്. നമുക്കിപ്പോൾ ഒരു പ്രൊഫഷണലി ചെയ്യുന്ന ഒരാളുടെ കയ്യിലാണ് ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് അധികം ടൈമില്ലാതെ അതേപോലെ തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ട്ടോ. ഇതുവരെക്കും മോനെ ഓൺലൈനാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് പറ്റില്ല. അവൻക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വിസ മാറുന്നത് ട്ടോ. ഞങ്ങൾ ഇതുവരെക്കും മൾട്ടിപ്പിൾ എൻട്രിയിൽ ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു. 1 ഇയർ കൂടുമ്പോൾ പുതിയ വിസ എടുത്തിട്ട് അങ്ങനെ പുതുക്കി പുതുക്കി നിൽക്കുന്നതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊരു തക്കാളി, ചെറിയൊരു തക്കാളി കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത് പോരാ, ഇനിയും വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വരാം, തക്കാളിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുട്ടുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഞങ്ങളെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞാനും മോനും പാടെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും ട്ടോ. പക്ഷേ ഇന്നിപ്പോൾ നല്ല നേരം വൈകി. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഗ്യാസും വല്ലാണ്ട് ഇട്ടിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നേ. ഇതിപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ഈ പുട്ടുംപാനി അങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം ഉള്ളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നെ അതൊന്ന് ഒപ്പിയെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഒപ്പിയെടുത്തിട്ടും വീണ്ടും ഉള്ളിലേക്ക് വെള്ളം കടന്നു എന്നാണ് തോന്നുന്നത്. എന്നിട്ട് മൊത്തത്തിൽ ഊരിയിട്ടൊക്കെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഡ്രൈ ആക്കി കൊടുത്തു നോക്കി. എന്നിട്ടും കത്തുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് കുറേ നേരം ഹോൾഡ് ചെയ്തൊക്കെ പിടിച്ചിട്ടാണ് ട്ടോ ഇതൊന്ന് കത്തിയിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ദേഷ്യം വന്നു ട്ടോ ഈ ഒരു ഗ്യാസിനോട് ഈ ഒരു സമയത്ത്. പറയുമ്പോൾ 5 വർഷത്തോളമായിട്ട് ഇതാദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ഇട്ടിട്ടൊന്ന് ഇടങ്ങേറാക്കിയിട്ടുള്ളത്. അങ്ങനെ കുറേ എന്താ പറയുക, കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം അത് കത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുംപാനി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തേനും ദാ തേങ്ങയൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ അതാ പുട്ടിൻ്റെ പൊടിയിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും കൂടി ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചിട്ട് ഒന്നൊന്ന് നോർമലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ട്ടോ. എനിക്ക് തോനെ തേങ്ങ ഇട്ടിട്ടുള്ള പുട്ടുണ്ടാക്കുന്ന സമയത്ത് കുട്ടിക്കാലം ഓർമ്മ വരും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നൊരു ഫുഡായിരുന്നു ഈ പുട്ടും അതേപോലെ തന്നെ തലേദിവസത്തെ മീൻകറിയും. തലേദിവസത്തെ മീൻകറിയും പുട്ടും വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീലാണ് ട്ടോ. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കും. അതായത് ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇനി കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഫീലൊക്കെ ഇവർക്കിപ്പോൾ ഇനിയുള്ള തലമുറയ്ക്ക് ഇനി ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കും ട്ടോ. ഇപ്പം ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. മിന്നാമിനുങ്ങുകളെ കാണുന്ന അവസാനത്തെ എന്താ പറയുക തലമുറയാണ് നമ്മൾ എന്നെന്തോ ആണ് ആ ഒരു സംഭവം. അപ്പോൾ നമ്മളൊക്കെ രാത്രിക്ക് ഒരുപാട് ഞാനൊക്കെ ഈ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് ഈ മിന്നാമിനുങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നതും അതേപോലെ തന്നെ അവറ്റങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും എന്നുള്ളതൊക്കെ ഇങ്ങനെ ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കി കണ്ടിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മിന്നാമിനുങ്ങുകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ അങ്ങനെ വന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി നമ്മളെന്താ പറയുക, നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് കിട്ടിയ പല കാര്യങ്ങളും ഇനിയുള്ള തലമുറയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഓരോ പല കാര്യങ്ങളും അല്ലേ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതാ കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഇതും എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് ട്ടോ. ഞാൻ നോർമലായിട്ടും ഞാൻ ലുലു ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണയാണ് ട്ടോ എടുക്കാറുള്ളത്. 1.5 മാസത്തിൻ്റെ മുന്നേ ഞാൻ പോയിട്ട് ഈ ഒരു വെളിച്ചെണ്ണയാണ് ട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അതായത് ഓയിലി ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇതിന്ന് നമുക്ക് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ. അതല്ല കട്ടിയുള്ള സമയത്ത്, അതായത് തണുപ്പുള്ള സമയത്ത് ഇതിന്ന് എണ്ണ എടുക്കാൻ പറ്റില്ല ട്ടോ. ഇത് ഇങ്ങനെ വായ്ഭാഗം ഭയങ്കര ചെറുതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇതേപോലെ കുത്തി കുത്തി എടുക്കുന്നതാണ് ട്ടോ. ഇപ്പോൾ തണുപ്പൊന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാ വീണ്ടും ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കടന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ കഴിയാതെ നമുക്ക് വേറൊന്നും പൊരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഉള്ളി ആദ്യം വാട്ടി. അപ്പോഴത്തേനും ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ട്ടോ. കാരണം എല്ലാവരും വിശക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഒക്കെ വേഗം വേഗം ചെയ്ത് ഒഴിവാക്കുകയാണ് ട്ടോ. പുട്ട് ഇതാ 2, 3 തവണ ഈ പുട്ട് ഞാൻ ആവിയിൽ വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 3 കുറ്റി പുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തും. അതിന് ശേഷം വേഗം ചായ വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് ട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ പഴം അതേപോലത്തെ ടൈപ്പ് ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ടെമ്പററി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അവരത് കഴിക്കുകയും ചെയ്യൂല. അവർക്ക് വേണ്ട, അവർക്ക് നോർമൽ ആയിട്ടുള്ള ഫുഡ് തന്നെ വേണം പറഞ്ഞ് അങ്ങനെ ഇതാ വേഗം വേഗം റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കറിവേപ്പില തക്കാളിയൊക്കെ ആയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് വേഗം കറി ഉണ്ടാക്കുകയാണ് ട്ടോ.
പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നതായിരിക്കും. ഞാൻ അധികം ഈ ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് വീഡിയോ എടുക്കാറുള്ളത്. അതിന് ഞാൻ ഒരുപാട് സോറി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കാരണം എൻ്റെ ഹാളിൽ ഒരു 5 ലൈറ്റ് വരുന്നുണ്ട് ട്ടോ. പക്ഷേ ഈ ഒരു 5 ലൈറ്റിലും ഒരു ലൈറ്റ് മാത്രമാണ് കത്തുന്നുള്ളൂ. ബാക്കി മൊത്തം ഫ്യൂസ് ആയിട്ടിരിക്കുകയാണ് ട്ടോ. അപ്പോൾ വേറെ എവിടുന്ന് നമുക്ക് വീഡിയോ വെച്ച് എടുക്കുന്ന സമയത്തും ലൈറ്റ് ഭയങ്കര ഡിമ്മായിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഹാളിൽ എന്താ പറയുക സോഫയുടെ ഭാഗത്ത് വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. തീരെ ലൈറ്റ് ഇല്ല, തീരെ ക്ലിയർ ഇല്ലാത്ത വീഡിയോസാണ് ട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രം നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ 3, 4 മാസമായി ഞങ്ങളിപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആളെ വിളിക്കുന്നു. ആൾ ഇന്ന് വരാം, നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആയി ഇപ്പോൾ അത് ഇട്ടിട്ട് കളിപ്പിക്കുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ബിൽഡിംഗ് ഓണേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരും വലിയ കാര്യമാക്കുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഇതിന് മുന്നേ നിന്ന ആൾക്കാരും ഇതേപോലെ ഈ ഇലക്ട്രിസിറ്റി പ്രോബ്ലം കാരണമാണ് ഇവിടുന്ന് വെക്കേറ്റായി പോയത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിത് ഇവിടുത്തെ എടുത്ത് എഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് അറിയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഈവനിങ്ങൾക്ക് രാത്രികൾക്കൊക്കെ ഹാളിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്ത ദേഷ്യമുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം തീരെ ലൈറ്റ് ഉണ്ടാവില്ല. ഫുഡ് കഴിക്കുന്ന ടൈമിലാണെങ്കിൽ ഒന്നും ലൈറ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്താ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എമർജൻസിയും കാര്യങ്ങളൊന്നും ഞങ്ങളിവിടെ മേടിച്ച് വെച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്താ ഫോണിൻ്റെ ലൈറ്റൊക്കെ അടിച്ചിട്ടാവും ഞങ്ങൾ ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കുക. അല്ലെങ്കിൽ എന്ന് വെച്ചെങ്കിൽ മോളിൽ പോയിരുന്നിട്ടാട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ദാ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ അതിനുള്ള പൊടികൾ ഇടുകയാണ്. ഞാൻ അധികം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പൊടികളൊന്നും ഇട്ടിട്ട് ആ കറിയുടെ തനതായ ആ ടേസ്റ്റ് ഇല്ലാതേക്കൂല കേട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഏതാണോ എടുക്കുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബീഫല്ലേ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് മീറ്റ് മസാല ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം. ഇത് മാത്രമേ ഞാൻ ഇവിടെ ഇടാറുള്ളൂ. അതല്ല പിന്നെ ഇടുകയെന്ന് വെച്ചെങ്കിൽ മല്ലി മുളകൊക്കെ വറുത്തരച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ പൊടികളായിട്ട് കൂടുതലായിട്ട് ഇടാറില്ല. അപ്പോൾ അതാ പുട്ട് അതിലേക്ക് ഒരുപാട് തേങ്ങ ഇട്ടിട്ട് കറി ഒഴിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് തേങ്ങ ഇട്ടിട്ട്. എനിക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനും ഇതേപോലെ തന്നെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മോനിക്കും ഇത് ഇഷ്ടമാവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, അവന് ആദ്യം തേങ്ങ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതാ ഇങ്ങനെ തേങ്ങയിൽ കറി ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളുടെ മോർണിംഗത്തെ ഇതായിരുന്നു. അതിന് ശേഷം എനിക്ക് കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു. ഈ മോർണിംഗത്തെ കാര്യങ്ങളും തിരുമ്പലും അടിച്ചുവാരി തുടക്കലും കഴിഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. അന്നത്തെ പണികൾ മുഴുവനായിട്ട് തീർന്നു എന്നുള്ളൊരു ഫീലാണ് വരാറുള്ളത്. അപ്പോൾ അതാ തിരുമ്പാൻ കുറേ ഉണ്ടായിരുന്നു. ഒരു 2, 3 ട്രിപ്പ് തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ഓരോന്നായിട്ട് അങ്ങനെ തിരുമ്പി എടുക്കുന്നുണ്ട്. അതവിടെ കിടന്നാവുന്ന സമയത്ത് ഞാൻ കുറച്ച് എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാനല്ല, ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ട്ടാ. ഇത് ചില ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതുപോലെ ഒരു ചെറിയ ചൂടുള്ള എണ്ണ കുട്ടികളെ തലയിൽ തേച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ നീരിറക്കം പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്താ പറയുക, ഒരു പരിധി വരെ രക്ഷ തേടാൻ പറ്റും ട്ടാ. ഇവനിക്ക് നീരിറക്കം നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് പനിയും വരും. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്നും ചെയ്യാറില്ല. ഇതായിരുന്നു ഇവൻ്റെ ആദ്യത്തെ മുടിയുടെ കോലട്ടോ. അതിന് ശേഷം ഇതേപോലെ മുടി കറുപ്പാവാനും അതേപോലെ തന്നെ മുടി ഇത്രയ്ക്ക് തിക്കാവാനും ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം ട്ടോ. ഇന്നിപ്പോൾ കയ്യിൽ ടാബ് ഉണ്ടാവുകൊണ്ട് മാത്രമാണ് ഇവൻ എന്നെ തലയിൽ തൊടാൻ സമ്മതിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവന് തലയിൽ തൊടുന്നതും അല്ലെങ്കിൽ എന്താ ചീന്തി കൊടുക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ട്ടോ. പിന്നെ കുറേ നേരമായി ടാബിലിരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ പിന്നെ ചീത്ത പറഞ്ഞിട്ട് ഇത് എടുത്ത് വെക്കും അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പേടിപ്പിച്ചിട്ട് എടുത്ത് വെപ്പിക്കുന്നതാണ് ട്ടോ. അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഈവനിങ്ങിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പൊറാട്ടയായിരുന്നു ഈവനിങ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഞങ്ങൾ മോർണിംഗ് നല്ല ഹെവി ആയിട്ടല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയാക്കിയിരുന്നു. പിന്നെ ഈവനിങ് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൊറാട്ട മേടിക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു. അപ്പോൾ പൊറാട്ടയാണ്, നല്ല അടിച്ച പൊറാട്ടയാണ് കേട്ടോ. ഞങ്ങളിവിടെ താജ് ഹോട്ടലിൽ ഇതേപോലെ നല്ല ഫ്രഷ് പൊറാട്ട കിട്ടും കേട്ടോ. ഒരു 5 മണി ടൈമിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് നല്ല അടിച്ച പൊറാട്ട കിട്ടും. അപ്പോൾ കത്തീഫിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അയ്യോ ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും. നല്ല പൊറാട്ട നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ പൊറാട്ട ഇവിടുന്ന് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഈവനിങ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. ഇപ്പോൾ റമദാനായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ കുറച്ച് സ്റ്റോറേജ് ബോക്സസ് മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അതിന് ദമാമിലേക്ക് പോവുമായിരുന്നു. ഒരു 7 മണി സമയത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദമാമിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്നെന്നില്ലാത്ത ട്രാഫിക്കാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ പോകാമെന്ന് അപ്പോൾ ട്രാഫിക് ഉണ്ടാവില്ല വിചാരിച്ചിട്ട് പോയപ്പോൾ അവിടെയും ട്രാഫിക്കായിരുന്നു. മൊത്തത്തിൽ ട്രാഫിക്കായിരുന്നു. എന്താ പറയുക, പോകേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ലെവലായിട്ടോ. ഞങ്ങളിതാ ഫാമിലി ഡിസ്കൗണ്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നേ.
ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴോ ഇതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ട് ചോരൂല പറയില്ലേ അത്രയ്ക്ക് തിരക്കായിരുന്നു. എന്താ ട്രോളികൾ കൊണ്ടും ആൾക്കാരെയും കൊണ്ടും തട്ടിമുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഞാനൊരു വ്ളോഗർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഉമ്മാനെയും വാപ്പാനെയും ഒഴികെ ബാക്കി എല്ലാം കിട്ടും എന്നുള്ളത്. ഒരു പരിധി വരെ അത് ശരിയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ലോകം തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വഴിയാണ് പോയത് ഏത് വഴിയാണ് വന്നത് എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഞാനിതാ കുറച്ച് സ്റ്റോറേജ് ബോക്സസ് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.